ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഗ്രിഡുകളാണ് പഠിക്കുന്നത് കേട്ടോ. ഗ്രിഡുകൾ കൂടുതലായി ഫ്ലവർ ബഞ്ചസിൻ്റെ കൂടെയും പിന്നെ നമ്മൾ ഹാൻഡിലിടില്ലേ, അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ ആയിട്ടാണ് നമ്മൾ സാധാരണ ഈ ഗ്രിഡുകൾ ഉപയോഗിച്ച് വരുന്നത് കേട്ടോ. കൂടുതലായും ഫ്ലവർ ബഞ്ചസിൻ്റെ കൂടെയൊക്കെയാണ് ഇടുന്നത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ സ്ക്വയർ വരച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ പെൻസിൽ വെച്ച് സ്ക്വയർ വരച്ച് കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് വേറെ ഉള്ളതിലൊന്നും സ്ക്വയർ വരയ്ക്കാത്തത്. നിങ്ങൾ ചെയ്യുമ്പോൾ സ്ക്വയർ വരച്ച് തന്നെ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അകത്തായിട്ട് ഇതുപോലെ വെർട്ടിക്കൽ ലൈൻസ് വരച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ക്രോസായിട്ട് എങ്ങനെയാണ് വരേണ്ടത് എന്ന് നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചായിരുന്നല്ലോ. അതുപോലെയാണ് ഇവിടെ കുറുകെ ലൈനും കൂടെ വരച്ച് കൊടുക്കുക കേട്ടോ. ഇനി അതിൻ്റെ നടുവിലായിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ വെർട്ടിക്കലായിട്ട് വരുന്ന രീതിയാണ് ഒന്നാമത്തെ ഗ്രിഡ് കേട്ടോ. ഇനി അടുത്ത രണ്ടാമതായിട്ട് സ്ലാൻഡഡ് ലൈനിൽ വെച്ച് ഒരു ഗ്രിഡ് വരയ്ക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറുകയായിട്ടുള്ള വര ഇങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ വെച്ച് വരയ്ക്കുക കേട്ടോ. കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം ഇങ്ങനെ വരച്ചെടുക്കാൻ. ഇനി ഇവിടെ ആ ലൈനുകളും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഭാഗത്തായിട്ടാണ് ഡോട്ട് ഇട്ട് കൊടുക്കുന്നത്. കണ്ടില്ലേ, ആ ഒരു കോർണേഴ്സുകളിലായിട്ട് ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. ചെറുതായിട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഭംഗി. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ചെറുതായിട്ട് തന്നെ ചെയ്യാം കേട്ടോ. എനിക്ക് കുറച്ച് ഈ ക്യാമറ ഫ്രണ്ടിലിരിക്കുന്നത് കൊണ്ട് ചെയ്യാൻ കുറച്ച് എതക്കുറവുണ്ട്. അതുകൊണ്ടാണ് ഈ ലൈനുകളൊക്കെ ചരിഞ്ഞ് വരുന്നത് കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് നേരെ തന്നെ ചെയ്തെടുക്കണേ. പിന്നെ ഇനി അടുത്തതായിട്ട് 2 സ്ലാൻഡഡ് ലൈൻ ഒരുമിച്ച് വരുന്ന രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ചെയ്യുമ്പോഴും കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാൻ കേട്ടോ. അതുപോലെ തന്നെ അതിന് ക്രോസ് ആയിട്ടും ചെയ്ത് കൊടുക്കാം. ഇനി ആ നടുഭാഗത്ത് ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതുപോലെ ഒരുപാട് ഗ്രിഡ്സ് നമുക്ക് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് വെർട്ടിക്കൽ ലൈൻസ് വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. 2 വെർട്ടിക്കൽ ലൈൻസ് ഇതുപോലെ വരച്ച് കൊടുക്കുക. അതിൻ്റെ കുറുകയായിട്ടും ഇതുപോലെ വരച്ച് കൊടുക്കാം കേട്ടോ. ഇനി സ്ലാൻഡഡ് ലൈനും വെർട്ടിക്കൽ ലൈനും കൂടെ ഒരുമിച്ച് അതിൻ്റെ ആ ഒരു കോളങ്ങളിലായിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക കേട്ടോ. ക്രോസ് ആയിട്ടും പിന്നെ കണ്ടില്ലേ വെർട്ടിക്കൽ പോലെയും ചെയ്തെടുക്കുക. എന്നിട്ട് ആദ്യം ഒരു വശങ്ങളിലുള്ള 4 സൈഡുകൾ ഡാർക്കൻ ചെയ്തെടുക്കുമ്പോൾ മറു സൈഡിൽ ആ വശങ്ങളല്ല, അതിൻ്റെ എതിർ വശങ്ങളെ വേണം നമ്മൾ ഷെയ്ഡ് ചെയ്യാത്ത ഡാർക്കൻ ചെയ്തെടുക്കാത്ത എതിർവശങ്ങളെ വേണം ഡാർക്കൻ ചെയ്തെടുക്കാൻ കേട്ടോ. അതുപോലെയാണ് താഴെ ചെയ്യുമ്പോൾ നമ്മൾ രണ്ടാമത് ചെയ്ത രീതിയിൽ വേണം ചെയ്യാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് എല്ലാവരും ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ. ഇനി വീണ്ടും സ്ലാൻഡഡ് ലൈനാണ് വരച്ചു കൊടുക്കുന്നത്. അതിൻ്റെ കുറുകയായിട്ടും സ്ലാൻഡഡ് ലൈൻ വരച്ചു കൊടുക്കാം കേട്ടോ. ഒരു ഫ്ലവർ വരുന്ന ടൈപ്പ് നമുക്ക് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ വേവ് ലൈൻ 2 സൈഡിൽ നിന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, കൂട്ടിമുട്ടുന്ന ഭാഗത്ത് ഒരു ഫ്ലവർ പോലെ കിട്ടും. അപ്പോൾ എല്ലാ ഒരു കോർണേഴ്സുകളിൽ വരുന്ന രീതിയിലായിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ.
അല്ലാതെ നമുക്ക് പെറ്റലുകൾ വരയ്ക്കുന്ന പോലെയും ഇതുപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ ഒരു വിടവുകളൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെയാണ് അവസാനം വരിക. ഇനി വീണ്ടും ഒരു സ്ലാൻഡഡ് ലൈൻ വെച്ചിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. അതിൻ്റെ കുറുകയായിട്ടും ഇതുപോലെ ലൈൻസുകൾ വരച്ചു കൊടുക്കുക. ഇനി കോർണറുകളിൽ 4 സൈഡുകളിലായിട്ട് ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് വളരെ കൂടുതലായും കാണുന്ന ഒരു ഗ്രിഡാണ് കേട്ടോ. നമ്മൾ നല്ല മെഹന്തി ഡിസൈനുകളിലൊക്കെ ഒരുപാട് കണ്ടുവരുന്ന ഒരു ഗ്രിഡാണ് ഇതുപോലെ ചെയ്തെടുക്കുന്ന ഗ്രിഡ് കേട്ടോ. ഇനി അടുത്തതായിട്ട് ടിയർ ഡ്രോപ്സ് വെച്ചിട്ട് നമുക്കൊരു ഗ്രിഡ് ചെയ്യാം. അതിനായിട്ട് ഇതുപോലെ സ്റ്റാൻഡേർഡ് ലൈൻ വരച്ചു കൊടുക്കുക, അതിൻ്റെ കുറുകയും വരച്ചു കൊടുക്കുക കേട്ടോ. ഗ്രിഡ് വരയ്ക്കുന്നതിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്, കുറുകയും കൂടി ലൈൻ വരും കേട്ടോ. പിന്നെ ഈ മെഹന്തി കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല കോണം എടുത്തിട്ട് ചെയ്യാം കേട്ടോ. ഇത് കുറച്ച് പരന്ന് വരുന്നുണ്ട്. നല്ല രീതിയിൽ ടിയർ ഡ്രോപ്സ് വരച്ചാൽ നമ്മളിപ്പോൾ ഡോട്ട് ഇട്ട് കൊടുക്കുന്നില്ലേ, ആ ഒരു ഭാഗം നല്ല വൃത്തിക്ക് തന്നെ കിട്ടും കേട്ടോ. ഒരു ഡയമണ്ട് പോലെ തന്നെ കിട്ടും. നല്ല രീതിയിൽ വരച്ചെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ചെയ്തെടുക്കുന്ന രീതി ശ്രദ്ധിക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ താഴേക്ക് വരുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ടെയില് താഴേക്ക് വരുന്ന രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ, കോർണറുകളിൽ നിന്ന് താഴേക്ക് ടെയില് വരുന്ന രീതിയാണ് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ ഭാഗത്ത് ചെയ്യുമ്പോഴും അങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാം നിങ്ങൾക്കിനി തിരിച്ചു വരുന്ന രീതിയിലും ചെയ്യാം, കോർണറുകളിലായിട്ട് ടെയില് വരുന്ന രീതിയും ചെയ്യാം കേട്ടോ. അവസാനം ഡോട്ടുകൾ എല്ലായിടത്തും ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് വൈൻസ് വെച്ചിട്ടുള്ള ഒരു ഗ്രിഡും കൂടെ ചെയ്ത് പഠിക്കാം. ഈ വൈൻസ് വെച്ചിട്ടുള്ള ഗ്രിഡ് ചെയ്യുമ്പോൾ ഇത്രയും അടുപ്പിച്ച് ലൈൻസുകൾ വരച്ച് കൊടുക്കണ്ട കേട്ടോ. കുറച്ച് വിടവിട്ടിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് തമ്മിൽ കൂടിച്ചേർന്ന് പോകും കേട്ടോ. അടുത്തൊരു ഗ്രിഡ് വരയ്ക്കുന്ന അത്രയും ലൈനിൻ്റെ ലെങ്ത്തെങ്കിലും നിങ്ങൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൽ തന്നെ എതിർവശത്ത് വരയ്ക്കുന്ന ആ ഒരു വൈൻസ് നമുക്ക് വരയ്ക്കാൻ കിട്ടില്ല. അങ്ങനത്തെ രീതിയിലാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിച്ച് ചെയ്യണം. കുറച്ച് വിടവിട്ടിട്ട് ലൈൻസുകൾ വരച്ചതുപോലെ വൈൻസ് ചെയ്തെങ്കിൽ അതിന് കാണാൻ തന്നെ ഒരു ഭംഗി കാണുള്ളൂ. പിന്നെ ഏത് ഗ്രിഡ് നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ ഗ്രിഡും വേറുള്ള എലമെൻസിൻ്റെ കൂടെ വരുമ്പോഴാണ് കൂടുതൽ ഭംഗിയായിട്ട് വരുന്നത് കേട്ടോ. കണ്ടോ, ഇടയിലുള്ള ആ ഒരു വൈൻസ് വരയ്ക്കാൻ കിട്ടുന്നില്ല, കണ്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വിടവിട്ടിട്ട് വരയ്ക്കുക കേട്ടോ. കണ്ടോ, ഇത്രയെങ്കിലും ആ ഒരു ലെങ്ത്ത് കൊടുക്കണം, ലെങ്ത്ത് വിട്ടും കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഹംസ് വെച്ചിട്ടുള്ള ഒരു ഗ്രിഡാണ് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ സ്ലാൻഡർ ലൈനായിട്ട് തന്നെ കുറുകെ കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഹംസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ടും ഇതുപോലെ എതിർവശങ്ങളിൽ നിന്ന് ഹംസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ നടുവിലായിട്ടുള്ള വരുന്ന ആ ഒരു ഭാഗങ്ങളെല്ലാം ഡോട്ടിട്ട് ഫില്ല് ചെയ്താണ് കൊടുക്കുന്നത് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇതുപോലെയുള്ള വെർട്ടിക്കൽ ലൈൻസ് വെച്ചിട്ട് ചെയ്യുക. രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്തെടുത്ത് അങ്ങനെ 3 കോളംസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സുവോളം ഹമ്പും വരുന്ന രീതിയിലുള്ള ഒരു ഗ്രിഡാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ സുവോള് വരച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഹംസ് വരച്ചെടുക്കുക. എന്നിട്ട് താഴെ ഞാൻ ടിയർ ഡ്രോപ്സ് ആണ് കൊടുക്കുന്നത്. 3 ടിയർ ഡ്രോപ്സ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് 1 കൊടുത്താലും കുഴപ്പമില്ല. ഇനി അവിടെ ഡോട്ട് കൊടുക്കുന്നെങ്കിൽ അങ്ങനെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. പല മാറ്റങ്ങൾ നമുക്ക് വരുത്തിയെടുക്കാം. 10 ഗ്രിഡ്സാണ് നമ്മളിവിടെ പഠിച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഇതെല്ലാം നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ആ ഒരു ലൈൻസൊക്കെ കറക്റ്റായി വരാൻ ശ്രദ്ധിക്കുക കേട്ടോ.
ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സുമായി നാളെ കാണാം. ടാറ്റാ.